നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാഫി. വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം എത്തിയിരിക്കുന്നു. അപ്രതീക്ഷിതമായ ചില വെളിപ്പെടുത്തലുകൾ, പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിലെത്തി തൻ്റെ ഹർജി ഏതു വിധേനയും അംഗീകരിച്ചു കിട്ടാൻ യാചിക്കുന്നതിനിടയിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ ഇടപെടൽ പോലെ വളരെ ശക്തമായ ചില തെളിവുകൾ കേരളത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന വിവരം, സുപ്രധാന വിവരം. അതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരള സമൂഹം ഞെട്ടലോടെ കേൾക്കുന്ന വസ്തുത. ഈ വിഷയത്തിൽ വിദഗ്ധർ പറയുന്നത് സ്വകാര്യ ഭാഗത്ത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ശക്തമായ മർദ്ദനം ഏൽക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ രക്തം അമിതമായി അടിവസ്ത്രത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത. ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ തെളിവ് എന്ന് വ്യക്തമാവുകയാണ്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു, ഒരു ആത്മഹത്യ അല്ല, ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്ന്. ആ ചോദ്യം ഉയർന്ന മണിക്കൂറുകൾക്കകം ദൈവത്തിൻ്റെ ഇടപെടൽ പോലെ ആ അടിവസ്ത്രത്തിലെ രക്തക്കറയുടെ വിശദാംശങ്ങൾ കേരള പൊതുസമൂഹത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. ഇതോടെ നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ അങ്ങ് ആദ്യം മുതൽ ഒരു കൊലപാതക സാധ്യതയാണ് വിരൽ ചൂണ്ടിയത്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലേ സോമൻ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് അത്രയും ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം എനിക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടി. ഞാൻ പലപ്പോഴും അതിന് തുറന്ന് കൊലപാതകമായിരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നിപ്പോ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുന്ന, ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺഈക്വോക്കലായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ജനം ചാനലിൽ നടന്ന ഒരു ചർച്ചയിലാണ് ഈ നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ പി നായർ കാര്യകാരണ സഹിതം, സത്യം പറഞ്ഞാൽ സ്തംഭിച്ചു പോയി അദ്ദേഹത്തിന്റെ ആ ഒരു അവതരണം കേട്ടത്. അദ്ദേഹം അതിന്റെ ഗൂഢാലോചനയെ കുറിച്ച് ആദ്യം പറഞ്ഞു. ആദ്യ ഭാഗത്ത് ഗൂഢാലോചനയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിന്റെ പ്രൊസീഡിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് ഞാൻ പിന്നീട് പറയാം എന്ന് അദ്ദേഹം പറയുക. അവസാന ഭാഗമായപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് മെഡിക്കോ ലീഗൽ ഗൈഡ് ലൈൻസ് അതെടുത്ത് അദ്ദേഹം വായിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അടിവസ്ത്രത്തിൽ രക്തക്കറ, ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത്, ഈ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട്, ഈ സ്വാഭാവികമായി മെഡിക്കോ ലീഗൽ ഗൈഡ് ലൈൻസിനകത്ത് ഈ പിന്നെ ഉപയോഗിച്ചിരുന്ന തുണി അത് പരിശോധനയ്ക്കായിട്ട് കൊടുക്കണമെന്നുണ്ട്, അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിച്ചു. ഇതില് ഈ സർക്കാർ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് ഞാൻ വായിക്കുകയാണ്. ആ കൗണ്ടർ അഫിഡവിറ്റിൽ അവര് സംശയലേശമന്യേ പറഞ്ഞിരിക്കുന്നത് ഇത് ആത്മഹത്യയാണെന്നോ അല്ല എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ഇത് ആത്മഹത്യയാണെന്നുള്ളത് പ്രജിത്ത് എന്ന് കണ്ടു പറഞ്ഞ അവിടുത്തെ ഫോറൻസിക് ഇതിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി അത് ബോധ്യമായിട്ടുള്ളതാണ്. 5 സ്വതന്ത്ര സാക്ഷികൾ, അതായത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ 5 സ്വതന്ത്ര സാക്ഷികളുടെ നേതൃത്വത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും എല്ലാം നടന്നിട്ടുള്ളത്. അതിന്റെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്, അതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നു. അപ്പൊ കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നതനുസരിച്ച് 5 സ്വതന്ത്ര വിറ്റ്നസ്സുകളുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരു ഫോറൻസിക് സർജൻ അയാൾ നടത്തിയിട്ടുള്ള പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു വിധത്തിലുള്ള പരിക്കുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും, ദിസ് ഈസ് ഹാങ്ങിങ് ബൈ, ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് ബൈ ഹാങ്ങിങ്, വേറെ ഒരു തെളിവുകളും ഇല്ല എന്ന് വളരെ കൃത്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ
അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം, ഈ കണ്ണൂർ CPM ക്രിമിനലുകളെ കുറിച്ച് പണ്ട് ചില വെളിപ്പെടുത്തലുകൾ ആ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ അങ്ങയുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ തന്നെ നടത്തിയിട്ടുണ്ട്. അവർ അന്ന് വെളിപ്പെടുത്തിയതിൽ ഒരു മുഖ്യ ഭാഗം, ശരീരത്തിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു പരിക്കുമില്ലാതെ വ്യക്തികളെ കൊല്ലാൻ പരിശീലനം സിദ്ധിച്ചവർ കണ്ണൂരിലുണ്ട് എന്നൊരു വസ്തുതയാണ്. അതിൽ എന്തെങ്കിലും വാസ്തവം? ഞാൻ അതിലേക്ക് പോകുന്നുണ്ട് മാത്രമല്ല, എനിക്ക് ലേറ്റസ്റ്റ് ആയി കിട്ടിയിട്ടുള്ള വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാൻ അതിലേക്ക് പോകും. അതിനു മുമ്പ് ഇത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അപ്പോ ഒരു വിധത്തിലുള്ള പരിക്കുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് വന്നിട്ടുള്ളത്? വന്നിട്ടുള്ളത് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അടിവസ്ത്രത്തിന്റെ അതിന്റെ നിറം ഉൾപ്പെടെ പറയുകയും ഗുഹ്യഭാഗത്ത് രക്തക്കറ ഉണ്ടായിരുന്നു എന്നും ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേസ് ഡയറിയിലും അതുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പൊ ഉയർന്നു വരുന്ന ചോദ്യം ഗുഹ്യഭാഗത്ത് രക്തക്കറ ഉണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ അത് പ്രതിഫലിച്ചില്ല? സ്വാഭാവികമായി ഗുഹ്യഭാഗത്ത് രക്തക്കറ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ ചില ഭാഗങ്ങൾ രക്തക്കറ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ശരീരത്തിൽ രക്തക്കറ പുറമേ ഒന്നും കാണാതെ ഉള്ളത് മുഴുവൻ അടിവസ്ത്രങ്ങളിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായി ശരീരത്തിൽ ഉണ്ടാവുന്ന വിശദമായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും എല്ലാം വിശദമായി ആ ഗൈഡ് ലൈൻസിനനുസരിച്ച് പരിശോധിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം, ഈ ഇൻക്വസ്റ്റിന്റെ സമയത്തുണ്ടായിരുന്ന 5 സ്വതന്ത്ര സാക്ഷികൾ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള അവരും പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രജിത്ത് എന്ന് പറയുന്ന ആ സീനിയർ ഫോറൻസിക് സർജനും ഇത് കണ്ടില്ല എന്നതാണോ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും ഇവർ കാണാതിരുന്നതായിരിക്കില്ല. ഇവര് കണ്ടിട്ട് ഇവർ കാണാത്തതുപോലെ നടിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് CPMന്റെ കണ്ണൂർ ഭാഗത്തെ പ്രവർത്തനം വിശകലനം ചെയ്തിട്ടുള്ള എനിക്ക് കൃത്യമായി അതിനകത്ത് പറയാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായും കൊലപാതകമായിരുന്നു എന്നുള്ളത് മറച്ചു വെച്ച് ആത്മഹത്യയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ വേറൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. ഏതാണ്ട് 1/2 സെന്റിമീറ്റർ മാത്രം വ്യാപ്തിയുള്ള കയറാണ് കഴുത്തിന് ചുറ്റും കണ്ടിരുന്നത് എന്നാണ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ പി വി അൻവർ പറഞ്ഞെന്നുള്ളതിനേക്കാൾ ഉപരി അത് ഈ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ചാർജറിന്റെ ആ കനത്തിലുള്ള വയറാണ് കണ്ടത്. അപ്പൊ മൊബൈൽ ഫോണിന്റെ കനത്തിലുള്ള മൊബൈൽ ഫോണിന്റെ ചാർജറിന്റെ കനത്തിലുള്ള വയറിന്മേൽ 55 കിലോ തൂക്കമുള്ള ഈ നവീൻ ബാബു എങ്ങനെ തൂങ്ങി മരിക്കും എന്നുള്ളത് അത്ഭുതകരമാണ്. ഒരു കുട്ടിക്ക് പോലും അതിൽ തൂങ്ങിയാൽ പൊട്ടി താഴെ വീഴും. ആ സ്ഥാനത്ത് ആരോഗ്യ ദൃഢഗാത്രനായ 55 വയസ്സുള്ള നവീൻ ബാബു അതിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാനേ കഴിയില്ല. അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് എന്താണ്? ഇതിൽ നിന്ന് വരുന്നത് ഒരു സംശയവും വേണ്ട, ഇത് കൊലപാതകമാണ് എന്നുള്ളത്. ഇനി ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുള്ളത്, മഞ്ജുഷ ഹൈക്കോടതിയിൽ ഇത് കൊലപാതകമാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ജഡ്ജ് അങ്ങനെ ചോദിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കൊലപാതകമാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുന്നുള്ള നിങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല. ഇത് കൊലപാതകമാകാൻ സാധ്യതയുണ്ട്. കൊലപാതകമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പോസ്റ്റ്മോർട്ടം. ഇനി എനിക്ക് കണ്ണൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ നവീൻ ബാബു കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ആദ്യ തെളിവ് PP ദിവ്യയുടെ പ്രസംഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വാചകം ഒരു കാരണവശാലും ഒരു അഭിഭാഷകല്ലാത്ത PP ദിവ്യക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അത് ആരോ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അവരതോടെ ഒന്ന് പറഞ്ഞു, പാരിതോഷ്യം പോലും മേടിക്കാതെ അവരവിടെ നിന്ന് പോയി. ഇനി രണ്ടാമത്തെ അതിന്റെ ക്രോണോളജി ഞാൻ ഇനി പറയും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണൂർ, പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും ഒരു യാത്രയപ്പിന് ശേഷം ആ ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോവില്ല. ആരെങ്കിലുമൊക്കെ സഹ ഉദ്യോഗസ്ഥർ കൂടി അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്വാർട്ടേഴ്സിലേക്ക് അനുഗമിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഒന്ന് അതിന്റെ കാരണം എന്താണ്?
അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന അഴിമതി വിരുദ്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സ്വാഭാവികമായി ഒരു കാരണവശാലും അയാൾ ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇയാള് മുന്നീശ്വരൻ കോവിൽ ഇയാളെ കൊണ്ടുപോയത് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ഡ്രൈവർ മാത്രമാണ്. അതും അത്ഭുതകരമാണ്. ഒരിക്കലും ആ ഡ്രൈവർ മാത്രമായിട്ടുണ്ട്, ഒരാളെങ്കിലും അയാളുടെ കൂടെ പോകാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായില്ല. അടുത്ത വിഷയം എന്താണ്? മുന്നീശ്വരൻ കോവിലിന്റെ അവിടെ കൊണ്ടുവന്ന് അയാളെ ഇറക്കി വിട്ടു. അവിടെ കാസർഗോഡ് നിന്ന് ഒരു സുഹൃത്ത് വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ തന്നെ ഇയാളുടെ ഘാതകരുടെ കയ്യിലേക്ക് പോയി എന്നാണ്. അവിടെയാണ് എനിക്ക് നേരത്തെ സോയിമോൻ പറഞ്ഞതുപോലെ കണ്ണൂരിൽ കൊലപാതകം നടത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഡിഫൻസ് ടീമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. കണ്ണൂരിൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടി പാർട്ടി രൂപീകരിച്ചിട്ടുള്ള സംവിധാനമാണ് സ്പെഷ്യൽ ഡിഫൻസ് ടീം. അതിൽ തോക്കിന്റെ ഉപയോഗം പോലും ഉണ്ട് എന്നുള്ളത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്നതാണ്. തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ ഈ മത്തങ്ങ പോലെയൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് അതിൽ വെടിവെക്കും എന്ന് എനിക്ക് കൃത്യമായി അറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആളുകൾ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡിഫൻസ് ടീം അവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അവിടുന്ന് ഇറങ്ങിയ അയാൾ ഈ ഘാതകരുടെ കയ്യിലേക്കാണ് പോയത്. കാസർഗോഡ് നിന്ന് അയാളെ വിളിച്ചു എന്ന് പറഞ്ഞത് ഈ ഘാതകരാണ്. ഇനി എന്തുകൊണ്ട് അയാൾ ഘാതകരുടെ കയ്യിലേക്ക് പോയി? ഘാതകരുടെ കയ്യിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഈ സ്ഥാപിത നിശ്ചിത താല്പര്യങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങളുടെ ഒരു അറയായിരുന്നു ഈ നവീൻ ബാബു. എല്ലാ രഹസ്യങ്ങളും അയാൾക്ക് അറിയാമായിരുന്നു. ADM എന്ന് പറഞ്ഞാൽ. കാരണം അയാളുടെ അനുവാദമില്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. 14 ബിനാമി ബമ്പുകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ CPM-ന്റെ നേതാക്കന്മാരുടെ മക്കൾക്കും അവർക്ക് പോയിട്ടുള്ളതായിട്ടാണ്. അപ്പൊ ആറയാണ്. 2, പത്തനംതിട്ടയിലുള്ള സ്ഥാപിത താല്പര്യക്കാർക്കും ഇയാൾ പത്തനംതിട്ടയിലേക്ക് ചെല്ലുന്നതിൽ എതിർപ്പായിരുന്നു. കാരണം പത്തനംതിട്ടയിൽ അയാൾ ജോലി ചെയ്തിരുന്നപ്പോഴത്തേക്ക് വലിയ പാറമടകൾക്കെതിരെ വലിയ ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ള ആളാണ്. അവിടെ ഒരു പാറമടയ്ക്കെതിരെ വലിയ തോതിലുള്ള ബഹുജന സമ്മർദ്ദം ഉണ്ടായപ്പോൾ അയാൾ അവിടെ നേരിട്ട് ചെല്ലുകയും ആ ബഹുജന സമ്മർദ്ദത്തിന്റെ അനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്ത അനുഭവം ഇയാൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ ജീവിച്ചിരിക്കുന്നത് കണ്ണൂരിലുള്ള സ്ഥാപിത താല്പര്യക്കാർക്കും പത്തനംതിട്ടയിലുള്ള സ്ഥാപിത താല്പര്യക്കാർക്കും ഒരു താല്പര്യമില്ലാത്ത വസ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ അവിടുന്ന് പോകരുത് എന്നുള്ള തീരുമാനം ഔദ്യോഗികമായി തന്നെ അവിടുത്തെ CPM എടുക്കുകയും അത് സ്പെഷ്യൽ ഡിഫൻസ് ടീമിനെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സ്പെഷ്യൽ ഡിഫൻസ് ടീമിനോട് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ആരും ഇടപെടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഈ പറഞ്ഞതുപോലെ ഏരിയ തലത്തിലുള്ള നേതാക്കന്മാർ മാത്രമാണ് ഇവരുമായിട്ട് ഇടപെടുക. അപ്പൊ എനിക്ക് കിട്ടിയ അനൗദ്യോഗിക വിവരം അല്ലെങ്കിൽ രഹസ്യ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് പോന്നപ്പോൾ തന്നെ ഈ ഘാതകരുടെ കയ്യിൽ അയാൾ എത്തപ്പെട്ടു എന്നാണ്. എന്ന് മാത്രമല്ല കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഇന്നോവ കാറ് ഈ 14-ാം തീയതി രാത്രി PP ദിവ്യയുടെ വീടിന് മുന്നിലെത്തിയെന്നും അവിടുന്ന് PP ദിവ്യയെ വിളിച്ചു എന്നും പറഞ്ഞിട്ടുള്ള വിവരങ്ങളും കണ്ണൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ വിളിച്ചപ്പോൾ PP ദിവ്യ പറഞ്ഞു എനിക്കിതിനകത്ത് കാര്യമൊന്നുമില്ല, കാരണം അവർക്ക് ഈ സംഭവം പശക്കാരാണെന്ന് മനസ്സിലായി. അവരതിനകത്ത് ഒഴിയാൻ നോക്കി. ആ ഇന്നോവ കാർ അവിടുന്ന് പോയി എന്നുമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘാതകരുടെ കയ്യിലേക്ക് അയാളെത്തി. ഇനി PP ദിവ്യയുടെ വീട്ടിലെത്തുമ്പോൾ ഇയാൾക്ക് ജീവനുണ്ടായിരുന്നോ ഇല്ലെന്നും നമുക്ക് ഉറപ്പില്ല. ആ കാറിൽ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് ആധികാരികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അവർ തിരിച്ചു വന്നതിന് ശേഷം ക്രൂരമായി പുറത്തൊന്നും അറിയാൻ കഴിയാത്ത തരത്തിലുള്ള മർദ്ദനം ഒന്നുകിൽ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ തൂങ്ങി മരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അയാളെ വധിക്കുകയോ ചെയ്തു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അതൊന്നുകിൽ സ്പെഷ്യൽ ഡിഫൻസ് ടീം എന്നാണ് കേൾക്കുന്നത്. അതല്ലെങ്കിൽ കണ്ണൂർ നിന്നുള്ള പാണ്ഡ്യാല ഷാജിയെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് പോലെ പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നത്. ആ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞ ജയിൽ എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ ഏത് ക്രിമിനൽ എപ്പോൾ വരും എപ്പോൾ പോകും എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഒരു തെളിവുമില്ല. അവിടെ ഇരിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ CPM-കാരാണ്. അതുകൊണ്ട് 4-5 ക്രിമിനലുകൾ അവിടുന്ന് പുറത്തിറങ്ങിയാൽ ഒരാളും അറിയാൻ പോകുന്നില്ല. അവരെപ്പോൾ പോകുന്നു എപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരാളും അറിയാം. നമുക്കറിയാം കൊടിസുനി ഉൾപ്പെടെയുള്ള ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ള പ്രതികൾ അവിടെയാണുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഇത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ അടിവസ്ത്രത്തിലുള്ള രക്തക്കറ എന്നുള്ളത്. അതുകൊണ്ട് ഇത് അസന്നിഗ്ധമായി ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്നുള്ളതാണ്. അത് എത്രത്തോളം ജഡ്ജി അത് സംബന്ധിച്ച് തീരുമാനം എടുക്കും എന്നുള്ളതൊക്കെ അവിടുത്തെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫിന്റെ വാദം അനുസരിച്ചിരിക്കും. പക്ഷെ അദ്ദേഹം വളരെ സമർത്ഥനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ വാദത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതിക്ക് മുൻപാകെ ഏറ്റവും ശക്തമായ ഒരു തെളിവുമായല്ലേ ഈ 12-ാം തീയതി മഞ്ജുഷ കടന്നു ചെല്ലുന്നത്? അല്ലാതെ യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജഡ്ജി എന്ന് ചോദിച്ച ചോദ്യം ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും? ദൈവം കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്ത ഒരു തെളിവ് പോലെ മഞ്ജുഷ ഈ 12-ാം തീയതി ഈ രക്തക്കറ ഇതിനെങ്ങനെ ഒരു കൗണ്ടർ, എന്ത് കൗണ്ടർ ആയിരിക്കും ഇനി പ്രതിഭാഗം അഭിഭാഷകൻ അല്ലെ പ്രോസിക്യൂട്ടർ പറയാൻ പോകുന്നത്? ഇല്ല, അതൊക്കെ ഈ പറഞ്ഞതുപോലെ ചില തിയറിറ്റിക്കലായിട്ട് ചില തരം താഴ്ന്ന ചില നിരീക്ഷകരൊക്കെ എൻ്റെ അടുത്ത് ഞാനിരുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞത് അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവാം, ചോരയുടെ അംശമുണ്ട്. അതൊന്നും നിലനിൽപ്പുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നിലനിൽപ്പും അതിനില്ല. പിന്നെ ഞാൻ ഒരു ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട് ഞാനത് ദൈവത്തിന്റെ കൈയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇത് വന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇത് വന്നു എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരിൽ ആത്മാർത്ഥതയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരത് എഴുതി വെച്ചെങ്കിലും അത് പൂർണ്ണമായും തുടച്ചു മാറ്റുന്ന രീതിയിലാണ് കൗണ്ടർ അഫിഡവിറ്റ് വന്നിട്ടുള്ളത്. കൗണ്ടർ അഫിഡവിറ്റ് വളരെ കൃത്യമായി പറയുന്നത് വേറെ ഒരു തെളിവും ഇതിനകത്തില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അത് വന്നു. അത് കേസ് ഡയറിയിലും അത് പ്രതിഫലിക്കാൻ പോവുകയാണ്. അല്ല, ഇവിടെ മറ്റു രണ്ട് സംശയം. ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുമായിട്ട് ഇക്കാര്യം വിശദമായി സംസാരിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞാൽ ആത്മഹത്യയാണെങ്കിൽ തീർച്ചയായും മൂത്രം അടിവസ്ത്രത്തിൽ ഉണ്ടാവും അത് കഴിഞ്ഞ പരിശോധന സമയത്ത്. പക്ഷെ ഇവിടെ മറ്റൊരു വാദം ഇപ്പോൾ ഉയരുന്നത്, ഈ അടിവസ്ത്രം മാറ്റി ദേഹം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് കൊണ്ടുപോയതെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ ആ രക്തക്കറ ഉള്ളത് മാറ്റിയിട്ട് വേറെ ചെയ്താൽ മതിയല്ലോ. ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പോലീസ് ആദ്യം അവിടെ ചെന്നു. അല്ല, അങ്ങനെ ഈ ഇൻക്വസ്റ്റിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടെങ്കിൽ ആ കളക്ടർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ. കാരണം കളക്ടർ അനിൽ പി നായർ എന്ന ഈ അഡ്വക്കേറ്റ് കണ്ണൂരിലേക്കുള്ള യാത്രാമധ്യേ കളക്ടറെ നേരിട്ട് വിളിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ അങ്ങയുടെ മുന്നിൽ തന്നെയാണ് വെളിപ്പെടുത്തിയത്. കളക്ടറെ നേരിൽ വിളിച്ചു. അപ്പൊ കളക്ടർ പറഞ്ഞു ഇവിടെ ഒന്നും ഭയപ്പെടേണ്ടതില്ല, ഇൻക്വസ്റ്റ് നേരത്തെ തന്നെ തുടങ്ങി. സാധാരണ ഒരു മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നത് ഉറ്റ ബന്ധുക്കളോട്, ചോര ബന്ധുക്കളോട് അനുവാദം ആവശ്യപ്പെട്ടതിന് ശേഷമാണ്. അവരുടെ സാന്നിധ്യമില്ലെങ്കിൽ അവർ പെർമിഷൻ കൊടുത്തതിന് ശേഷമാണ് തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ കളക്ടറെ വിളിച്ചപ്പോൾ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന മറുപടിയാണ് പറഞ്ഞത് അനിൽ പി നായർ. അതിനകത്ത് ഒരു വൈരുദ്ധ്യം വന്നിരിക്കുന്നത്. അനിൽ പി നായരെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. കാരണം ഈ കൗണ്ടർ അഫിഡവിറ്റിനകത്ത് ഈ നവീൻ ബാബുവിന്റെ അനിയൻ പ്രവീൺ ബാബുവിന്റെ അനുവാദത്തോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തെന്നുള്ളൊരു വാദം അവർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇവർ നിഷേധിച്ചു. പക്ഷേ അനിൽ പി നായർ വളരെ കൃത്യമായി അവിടെ പറഞ്ഞെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്ത് പകുതിയായപ്പോൾ ഇതിന്റെ വിവരം ഞങ്ങൾ അറിഞ്ഞു. വിവരം ഞങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറോ ആരെയോ വിളിച്ചു. അയാളെ 2 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്കും അയാളെ കളക്ടറുടെ നമ്പർ തന്നു. കളക്ടറെ വിളിച്ചപ്പോഴത്തേക്ക് കളക്ടർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അതിനകത്ത് ഒരു ട്രാൻസ്പെറൻസിയുടെ പ്രശ്നം ഉണ്ടാവില്ല, ഞാനിവിടെ ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്ന് മാത്രമല്ല, അവർക്ക് ആദ്യം കിട്ടുന്ന വിവരം ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് ആദ്യം കിട്ടിയ ഓരോന്നാണ് അനിൽ പി നായർ പറയുന്നത്. അപ്പൊ കൗണ്ടർ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പച്ചക്കള്ളാണെന്നാണ് അത് കാണിക്കുന്നത്. മനസ്സിലായി? അപ്പൊ സ്വാഭാവികമായും ഞാൻ പറഞ്ഞില്ലേ, ഈ കള്ളന്മാര് കള്ളത്തരം കാണിക്കുമ്പോൾ എവിടെയെങ്കിലും തെളിവിട്ടിട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് ഈ പിന്നെ രക്തക്കറ. ഈ രക്തക്കറ വിശദീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടും. കാരണം ഇപ്പൊ ആത്മഹത്യയാണെങ്കിൽ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ ചാനൽ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് അനിൽ നമ്പ്യാരെ പറഞ്ഞു, അതായത് ഈ പിന്നെ കാലിലും കയ്യിലും ഒക്കെ ഇങ്ങനെ മാന്തും. ഡോക്ടർ ഇന്നലെ എന്നോട് ഒരു തരത്തിലുള്ള പിന്നെ പരിക്കുകളുമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മർദ്ദിച്ചതിന്റെ പരിക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള പോട്ടെ, അത് ഇല്ലായിരിക്കാം. പക്ഷെ മർദ്ദിച്ചതിന് പരിക്കില്ലെങ്കിൽ പോലും ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് അയാൾ ഇങ്ങനെ ഈ ഒരുമാതിരി മാന്തിയതിന്റെ പാടെങ്കിലും ശരീരത്തിൽ കാണും. പിന്നെ ചുണ്ടിലും നഖത്തിലും ഒക്കെ നല്ല നീല നിറം വന്നുണ്ട്. അല്ല, അത് പക്ഷെ സാധാരണ ഇതിൽ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ വരാറുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള പരിക്കുകളും ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയും അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നതിനകത്തുള്ളൊരു ഭയങ്കര കോൺട്രഡിക്ഷൻ ഉണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോരക്കറ അടിവസ്ത്രത്തിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആന്തരിക അവയവങ്ങളിലുണ്ട്. ഈ ആന്തരിക അവയവങ്ങൾ സൂക്ഷിക്കുകയോ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടത്തിൽ അത്തരം എന്തെങ്കിലും ചോരയുടെ അംശം വയറ്റിലുണ്ട് എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. കുടലിലുണ്ട്, അത്തരം കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തി. അപ്പൊ പോസ്റ്റ്മോർട്ടം വളരെ സേഫ് മോഡിൽ, ഒന്നുകിൽ പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പറഞ്ഞുറപ്പിച്ചതുപോലെ എല്ലാം ആത്മഹത്യ എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. ഇവിടെ ഏറ്റവും ശക്തമായ സംശയം നമ്മൾ തുടക്കം മുതൽ പറയാറുള്ളത്, ഈ ഡ്രൈവർ ഷംസുദ്ദീൻ രാവിലെ 6:15 വീട്ടിലെത്തിയതാണ്. പക്ഷേ
ഈ ഡ്രൈവർ അകത്ത് കയറിയത് 6:45 കഴിഞ്ഞ് ഏകദേശം 40 മിനിറ്റോളം ഈ ഗൺമാൻ നവീൻ ബാബുവിന്റെ ഗൺമാൻ വരുന്നത് വരെ ഇയാൾ വെയിറ്റ് ചെയ്തു, വാതിൽ തുറന്നു കിടന്നു. സാധാരണ ഒരു വീട്ടിലേക്ക് ഒരാളെ കാണാനായി ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഓടി വീടിനകത്ത് കയറി എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് അറിയാൻ ശ്രമിക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്. സുമൻ, അത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണെന്നറിയാം, ഇതുപോലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഡ്രൈവർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരേറ്റവും വിശ്വസ്തന്മാരായിരിക്കും. ഇപ്പൊ ഞാനൊക്കെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അവരുടെയൊക്കെ ഏറ്റവും വലിയ വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രൈവറാണ്. സ്വാഭാവികമായും ആ ഡ്രൈവർ ഇതുപോലൊരു സംഭവം കേൾക്കുമ്പോൾ അയാൾ ആകെ മനസ്സ് തകർന്ന് ഓടിച്ചെന്ന് അയാള് പൊട്ടിക്കരയുക വരെ ചെയ്യേണ്ടതാണ്. കാരണം ഇത്രയും നല്ല സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, ആ സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഡ്രൈവറുടെ പെരുമാറ്റം വളരെ ദുരൂഹമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വളരെ ഫാസ്റ്റ് ട്രാക്കും വളരെ ഡീറ്റെയിൽഡും മെറ്റിക്കുലസും ആയിട്ടുള്ള അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞ SIT ഈ ഷംസുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നത് അറിയാം, ഈ മഞ്ജുഷ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ലാർജർ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതിനകത്ത് പ്രശാന്തൻ ഒരു ബിനാമിയാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് കളക്ടർക്ക് നിർണായകമായിട്ടുള്ള പങ്കിട്ടുന്നുള്ളത്. അപ്പൊ കളക്ടറും ഈ പ്രശാന്തനുമൊക്കെ അടങ്ങുന്ന വലിയൊരു ലാർജർ കോൺസ്പിറസി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ആ ലാർജർ കോൺസ്പിറസി നടന്നിട്ടുള്ളതിന്റെ ഭാഗമായി ഇത് സൂയിസൈഡ് ആണോ ഹോമിസൈഡ് ആണോ, സൂയിസൈഡ് അല്ല ഹോമിസൈഡ് ആണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ വാദമാണ് ഈ മഞ്ജുഷ അവസാനം അവരുടെ സത്യവാങ്മൂലത്തിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതെ, അവരതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ വിഷയം ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രേഖാമൂലം കൊടുത്തിരുന്നു. ആര്? നവീൻ ബാബുവിന്റെ സഹോദരൻ. എന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് ഞാനിപ്പോൾ നോക്കുമ്പോൾ കൗണ്ടർ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന മറുപടി എന്നറിയാം, ഇങ്ങനൊരു പരാതി തന്നിരുന്നു, പക്ഷേ അത് വളരെ ബാൾഡായിട്ടുള്ള അലിഗേഷൻസ്, വളരെ ദൂരക്കൂട്ടിയുള്ള അലിഗേഷൻസ് ആയിരുന്നു എന്നും ഹിയർസേ ആയിട്ടുള്ള അലിഗേഷൻസ് ആയിരുന്നു, കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ആയിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളെ ഈ കേസുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു രേഖയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ശുദ്ധ നട്ടാൽ കുറുക്കാത്ത നുണയും അസംബന്ധവും കൗണ്ടർ അഫിഡവിറ്റി പറഞ്ഞിരിക്കുന്നു. ഒറ്റ തെളിവില്ല നമ്മൾ, ഒരു ഡസൻ തെളിവെങ്കിലും അയാളുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പില്ലേ. അയാൾക്ക് അവിടെ 20,000 രൂപയുടെ ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നു, പക്ഷെ 4 കോടി രൂപ മുടക്കി. വ്യാജ പരാതി. ആ പരാതി കിട്ടിയില്ല. പരാതിക്ക് പരാതിയിൽ 2 ഒപ്പ്. മനസ്സിലായോ? ഇയാൾക്ക് കൈക്കൂലി കൊടുക്കുന്ന കള്ളത്തൊഴിൽ ഉൾപ്പെടെ ഒരു ഡസനെങ്കിലും തെളിവുള്ള പൊതുമണ്ഡലം ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി കാണുന്ന പ്രശാന്തനെ കുറിച്ച് ഒരു തെളിവും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് SIT പറയുമ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇത് ഇത് CBI അന്വേഷണത്തിന് വിടേണ്ട ഒരു വിഷയമാണ് എന്നാണ് ആ കൗണ്ടർ അഫിഡവിറ്റ് വായിച്ചപ്പോൾ എനിക്ക് വിശദമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നവീൻ ബാബുവിൻ്റെത് ഒരു കൊലപാതകം തന്നെയെന്ന് സാധാരണ ഒരു അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലായി. അല്ല, അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ തെളിവുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ തന്നെ 10-30 എനിക്ക് 35ാമത്തെ വീഡിയോ കൊണ്ടാണ് ഞാൻ ഇപ്പൊ ചെയ്തു കഴിഞ്ഞത്. അപ്പൊ അരിയാഹാരം കഴിച്ച മനുഷ്യർക്ക് മനസ്സിലായ കാര്യം ബഹുമാനപ്പെട്ട ന്യായാധിപന് മനസ്സിലാകണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് 12-ാം തീയതി വരെ വെച്ച് പുലർത്താൻ കഴിയുന്നു. 12-ാം തീയതി ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. വളരെ നന്ദി KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.